ഹലോ. ഒരാഴ്ച നമുക്ക് നല്ല പനിയായിരുന്നു കേട്ടോ. വീട്ടിലെല്ലാവർക്കും പനിയും ജലദോഷവും മേലുവേദന, എന്ത് പനിയാണാവോ എന്തോ, അത്ര ക്ഷീണമാണ്. പനി മാറി കഴിഞ്ഞാലും നമുക്ക് മേലുവേദനയും ക്ഷീണവും ഒന്നും മാറുന്നില്ല. കുട്ടികൾക്ക് വരെ ഉണ്ടായിരുന്നു കേട്ടോ പനിയൊക്കെ. അപ്പോൾ അതേ ഒരാഴ്ച ശേഷം കുട്ടികൾ സ്കൂളിൽ പറഞ്ഞാൽ തലേ ദിവസം മിക്ക കാര്യങ്ങളും തന്നെ സെറ്റാക്കി വെക്കാം കേട്ടോ. കാലത്ത് തന്നെ ഓടിപ്പടഞ്ഞ് ചെയ്യാനായിട്ട് വയ്യ. അത് കാരണമാണ് ഇന്ന് ചെയ്യേണ്ടത്. തലേദിവസം ചെയ്ത് വെക്കാൻ പറ്റുന്നതൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതേ പനി മാറിയ ക്ഷീണം കൊണ്ട് അവർ പായസം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ നാളായി പറയണു സേമിയ കഴിക്കണമെന്ന്. അപ്പോൾ ഇന്നൊന്ന് ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, കടയിലേക്ക് മാത്രം കേട്ടോ, വേറെ അധികം അകലേക്കൊന്നല്ല. അപ്പോൾ പോയപ്പോൾ സേമിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ സന്തോഷത്തിൽ രണ്ടാളും കൂടി അവിടെ റൂമിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന് പനി തന്നെയാണ്. ആൾ മുടി കുറച്ച് കിടക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ നീളത്തിലുള്ള സേമിയാണ് എടുക്കാറ്. എനിക്കതാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് ഞാൻ അത്യാവശ്യം കുറച്ച് വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് നെയ്യ് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ റോസ്റ്റ് ചെയ്താണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിലും നെയ്യിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു തരത്തിൽ പായസം ഉണ്ടാക്കുമ്പോൾ. പായസം ഉണ്ടാക്കാനുള്ള മൂടൊന്നുമില്ല, എന്നാലും പിള്ളേരിങ്ങനെ വാശി പിടിക്കുന്നതുകൊണ്ട് അവർക്ക് മാത്രം കുറച്ചുണ്ടാക്കി കൊടുക്കുന്നതെന്നുള്ളൂ കേട്ടോ. ഇപ്പോഴും നമ്മുടെ ഫുഡിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊന്നും അറിയുന്നേ ഇല്ല കേട്ടോ. അതെ, സേമിയേനെ ഞാൻ ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പാല് ഞാൻ മുന്നേ അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ, കുക്കറിലോട് ഒരു അരമണിക്കൂറോളം നമ്മൾ ഒന്ന് തിളപ്പിച്ച് പൊന്തി വരുമ്പോൾ അതിലേക്ക് പഞ്ചസാരയും ഏലക്ക ഇട്ടിട്ട് കുക്കറിൻ്റെ മൂടി വെച്ച് അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അതേ അതിനെ വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ കുക്കറിൻ്റെ സൈഡിലൊക്കെ ആ പാടയുടെയൊക്കെ നിറച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഇട്ട് പായസമാക്കാന്നുണ്ടെങ്കിൽ ആ പാടയുടെയും കൂടി തരിതരി പോലെ ഇങ്ങനെ കിടക്കുമ്പോൾ കഴിക്കാനായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു മണ്ടത്തരം പറ്റിയിട്ടുണ്ടാവും, സൈഡിലുള്ള തരിതരും. പിന്നെ ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഇപ്പോൾ ദേ വേറെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ അധികം സമയം വെക്കാത്ത കാരണം കേട്ടോ ഈ ഒരു കളറിൽ കറക്റ്റ് ഒരു അരമണിക്കൂർ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നമ്മുടെ പാലടയുടെ ഒരു പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ സേമിയേനെ ഞാൻ അധികം റോസ്റ്റ് ആക്കിയിട്ടില്ല. എനിക്ക് ഈ ഒരു ഷെയ്ഡിൽ ഈ ഒരു കളറിൽ നിൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ചിലവർ നല്ല ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ ഒക്കെ ആക്കി എടുക്കുന്നത് കാണാം കേട്ടോ. ഇനി ഇതാ നമുക്ക് കൈയെടുക്കാതെ ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ മധുരം നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കുറച്ച് പഞ്ചസാരയും പിന്നെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ നമ്മൾ സേമിയ കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം നോക്കിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ തന്നെ കളറും അതിൻ്റെ ഒരു ഫ്ലേവറും കുറച്ച് ഒന്നും കൂടി കുറുകുറായിട്ട് അതിൻ്റെ ടെക്സ്ചർ മാറി കേട്ടോ പായസത്തിൻ്റെ. കൈ മുറി കേട്ടോ. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും പഞ്ചസാര മാത്രം ചേർത്തിട്ടായാലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വേണ്ട, ഇനി നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ പാട കെട്ടും, മെയിനായിട്ട് പാട കെട്ടും. അതുകൊണ്ടാട്ടോ. അത് പായസം നല്ല നമ്മുടെ സേമിയ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റ് ഇതാ അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയും വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡി ആയിട്ടാണ്. അപ്പോൾ ചുമ്മാ ഒരു തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കിയതാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ കുക്കറിൽ ചെയ്തിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓണത്തിന് ഇതേപോലെ സേമിയ ഉണ്ടാക്കി നോക്കുക എല്ലാവരും. പിന്നെന്താ, എനിക്കുണ്ടല്ലോ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്ന് വൈകുന്നേരം പായസം ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കാലത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എണ്ണ തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ. ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിതാ നമ്മുടെ പായസത്തിൽ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ കിട്ടുമല്ലോ, ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനിടയിൽ കുട്ടീസ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അമ്മ പായസം റെഡി ചെയ്യുക, പായസം റെഡി ചെയ്യാന്ന് വന്ന് ചോദിക്കുന്നുണ്ട്. അവർ ഇടയ്ക്ക് വന്ന് പാത്രത്തിൽ കുറച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ആദ്യം അവർക്ക് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.